അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോയിലും ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതെ വന്നത്. അതുപോലെ നമുക്ക് എപ്പോഴും ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കടലെ തിരക്കും കാരണങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി നമ്മൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പം കാഴ്ചയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പെക്ക് വൈസ് ഉള്ള കമ്പാരിസണും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വരുന്നതാണ്. ആദ്യം ശരിക്കും ഞാൻ 91ന്റെ എക്സ്പെഡീഷൻ എന്ന് പറയുന്നൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാം കണ്ട് നല്ല പരിചയമുള്ള ഫയർഫോക്സ് റാപ്പിഡും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വണ്ടികൾ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും 23,000 റേഞ്ചിലുള്ള വണ്ടികളാണ്. ഈ രണ്ടും എടുത്തു കഴിഞ്ഞാൽ 23,000 ഏറ്റവും കൂടുതൽ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു വരുന്നതും. അതുമാത്രമല്ല, നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിയർ സൈക്കിൾ എടുക്കണം, അതൊരു അലോയ് ഫ്രെയിം വണ്ടി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് 2025 എന്ന് പറയുന്ന റേഞ്ച്. ആ ഒരു സെഗ്മെൻറ്റിൽ ശരിക്കും നല്ല ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സെഗ്മെൻറ്റുമാണ്. നമ്മൾ പഴയതുപോലെയല്ല, ബ്രാൻഡുകളൊക്കെ ഭയങ്കര അഗ്രസീവായി. ശരിക്കും ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഷോർട്ടേജ് മാർക്കറ്റിൽ വന്നപ്പോൾ ശരിക്കും നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ അവർ വളരെ മിടുക്ക് കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു കമ്പാരിസൺ ഇത് ശരിക്കും ഒരു ന്യൂ ജനറേഷൻ ബോയ് ആണ്. ഇത് ശരിക്കും ആ ഒരു സെഗ്മെൻറ്റിലെ കാരണവരെന്ന് തന്നെ പറയേണ്ടതാണ് ഫയർഫോക്സ് റാപ്പിഡിനെ കുറിച്ച്. കാര്യം ഓൾമോസ്റ്റ് 10 വർഷം അടുത്തായി കാണും ഫയർഫോക്സ് റാപ്പിഡ് ഇറങ്ങിയിട്ട്. ആ ഒരു സെഗ്മെൻറ്റിൽ കുറേ നാൾ വളരെ ആക്റ്റീവായിട്ടും വളരെ എന്താണ് പറയുന്നത് സ്ട്രോങ് ആയിട്ടും ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് റാപ്പിഡ്. അതിനുശേഷം മൈക്രോ ഷിഫ്റ്റിൻ്റെ വരവോടുകൂടി ശരിക്കും റാപ്പിഡിന് ചെറിയൊരു ക്ഷീണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ റാപ്പിഡും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെഡീഷനും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് 23,000 റേഞ്ചാണ്. അപ്പോൾ എക്സ്പെഡീഷൻ ഞാൻ ഓൾറെഡി റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് റൈഡ് ചെയ്തു. അപ്പോൾ എക്സ്പെഡീഷൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. വരുന്ന വീഡിയോയിൽ ഓൾമോസ്റ്റ് നമ്മളൊരു 200+ കിലോമീറ്റർ എക്സ്പെഡീഷൻ റൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റൈഡിങ്ങിൻ്റെ കംഫോർട്ടും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ജോമെട്രിയെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് ഈ രണ്ട് വണ്ടിയുടെയും ഡിസൈൻ അല്ലെങ്കിൽ ലുക്ക് വൈസിനെ കുറിച്ചാണ്. ഫയർഫോക്സ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കണ്ട് തഴമ്പിച്ച അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് കാണുന്ന സെയിം ഫ്രെയിം, സെയിം ജോമെട്രി. വ്യത്യാസം എന്ന് പറയുന്നത് കളറിൻ്റെ അകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എക്സ്പെഡീഷൻ എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ റിഫൈൻഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബ്ലൂവിൻ്റെ അകത്ത് ഈ ഒരു വൈറ്റ് ഫോർക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ. അപ്പോൾ നമ്മൾ ഡിസൈൻ ബേസ് നോക്കുവാണെങ്കിൽ എക്സ്പെഡീഷൻ ഒരു പടി മുമ്പിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ശരിക്കും നമ്മൾ അടുത്ത ഇതിൻ്റെ ജോമെട്രിയാണ്. ജോമെട്രി നമ്മൾ രണ്ട് വണ്ടിയും റൈഡ് ചെയ്തതിന് ശേഷം ഈ രണ്ട് വണ്ടിയുടെയും വ്യത്യാസം നമ്മൾ ഇനി അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഈ ഒരു വണ്ടി ജോമെട്രി ഇങ്ങനെയാണ്, ഇതിൻ്റെ ജോമെട്രി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ശരിക്കും ഈ വണ്ടികൾ റൈഡ് ചെയ്ത് നോക്കണം. റൈഡ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിവരം നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഇരിക്കുന്നത് ഇത് 19.5ഉം ഇത് 18.5ഉം രണ്ട് ഫ്രെയിം സൈസാണ് നമ്മുടെ ഇരിക്കുന്നത്. ഇനി ഈ രണ്ട് ബൈസൈക്കിൾസിൻ്റെ വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫയർഫോക്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതിന് 3 ഫ്രെയിം സൈസ് അവൈലബിൾ ആണ്. 18, 19.5, 21 ഫ്രെയിം സൈസ്. അതായത് പല ഹൈറ്റിലുള്ള ആളുകൾക്ക് ഈ ഒരു റാപ്പിഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ 91 എടുത്ത് നോക്കുകയാണെങ്കിലോ 91 എന്ന് പറയുന്നത് 2 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 18.5ഉം 19.5ഉം. സോ ഫ്രെയിം ഓപ്ഷൻ ഫയർഫോക്സിനാണ് 91നേക്കാൾ കൂടുതലുള്ളത്. ഇനി ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഫയർഫോക്സ് റാപ്പിഡ് എടുക്കുന്ന സമയത്ത് ഒരു ബോട്ടിൽ ഗേജ് ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് 91ലേക്ക് വരുമ്പോഴത്തേക്കും 2 ബോട്ടിൽ ഗേജ് ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ച് ലോങ് ഒക്കെ റൈഡ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു അഡ്വാൻറ്റേജ്, ശരിക്കും ഈ 2 ബോട്ടിൽ എന്നുള്ള അഡ്വാൻറ്റേജ് കൂടുതലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. സാധാരണ നമ്മൾ ഡെയിലി റൈഡ് ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു കുപ്പി മതി. കൂടുതൽ വെള്ളം കുടിക്കേണ്ട എപ്പോഴും നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ചെയ്യുന്ന സമയത്താണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനാണ് നമുക്ക് എക്സ്പെഡീഷൻ്റെ അകത്തുള്ളത്. ഇനി ശരിക്കും നമ്മൾ
ഡിസൈൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിൻ്റെ ലുക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പോണൻസിലേക്കാണ് പോകേണ്ടത്. ഇതിൻ്റെ കോമ്പോണൻസിലേക്ക് പോകുമ്പോഴത്തേക്കും ശരിക്കും 91ൻ്റെ അകത്ത് വരുന്നത് ഷിമാനോ എക്യുപ്ഡ് ആയിട്ടാണ് വരുന്നത്. 91ൻ്റെ ഷിഫ്റ്റേഴ്സ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷിമാനോ ഷിഫ്റ്റേഴ്സ് കാണാൻ കഴിയും. അതേ സ്ഥാനത്ത് നമ്മൾ ഫയർഫോക്സ് എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മൈക്രോ ഷിഫ്റ്റാണ് വരുന്നത്. മൈക്രോ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത്ര മോശമായിട്ടൊന്നും ആരും കാണണ്ട, നമുക്ക് ഇപ്പോൾ പരിചയമായെന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഷിമാനോ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തവർക്ക് മൈക്രോ ഷിഫ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൈക്രോ ഷിഫ്റ്റ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ മൈക്രോ ഷിഫ്റ്റ് കാണുന്നു. ഷിമാനോയിൽ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ മൈക്രോ ഷിഫ്റ്റിലും വരുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളിതിൻ്റെ അകത്ത് ഒന്ന് ഷിമാനോ എന്ന് പറഞ്ഞു, ഒന്ന് മൈക്രോ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിത് ഈ രണ്ട് വണ്ടിക്കകത്ത് നമുക്ക് വരുന്നത് 21 സ്പീഡ് തന്നെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ കേബിൾ റൂട്ടിംഗ് ആണ്. ഓൾമോസ്റ്റ് രണ്ട് വണ്ടിയിലും ഒരേപോലെ തന്നെ ഔട്ട്സൈഡിൽ കൂടെ തന്നെയാണ് കേബിൾ റൂട്ടിങ് കാര്യങ്ങളും പോകുന്നത്. ഇനി നേരെ നമ്മൾ ക്രാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 91 എന്നുള്ള ലേബലിലാണ് ക്രാങ്ക് വരുന്നത്. ഫയർഫോക്സിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും ക്രാങ്കിനെ കാണിച്ചിട്ടില്ല. പക്ഷേ 91ൻ്റെ ക്രാങ്ക് ഒരു പക്ഷേ നമുക്കൊരു ഫീൽ ബേസിൽ നമുക്ക് തോന്നുന്നത് ശരിക്കും പ്രോ ബൈക്കിൻ്റെയൊക്കെ ആ ഒരു ലുക്കും ഫീലും നമുക്ക് കാണുന്നുണ്ട്. കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുകയുള്ളൂ. ഫയർഫോക്സിൻ്റെ അകത്ത് 28, 38, 48 കുറച്ച് വലിയ ക്രാങ്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് സ്പീഡിൽ റൈഡ് ചെയ്യാനും കാര്യങ്ങളുമൊക്കെ പറ്റും. ഇനി നമ്മൾ ഇതിലെ 91ലേക്ക് വന്നു കഴിഞ്ഞാൽ 24, 34, 44 ചെറിയ ക്രാങ്കാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെഡൽ ചെയ്യുന്ന സമയത്ത് ഫയർഫോക്സിന് കിട്ടുന്ന അത്രയും ഒരു സ്പീഡും കാര്യങ്ങളുമൊക്കെ കുറച്ചും കൂടെ വലിയ ക്രാങ്ക് ആയതുകൊണ്ട് ഫയർഫോക്സിൻ്റെ അത്രയും സ്പീഡും കാര്യങ്ങളുമൊക്കെ 91 കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡിറൈലർ വരുന്നത് ഷിമാനോയുടെ TZ ടേണി TZ ആണ് നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡിറൈലർ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡിറൈലർ വരുന്നത് മൈക്രോ ഷിഫ്റ്റിൻ്റെ M22 എന്ന് പറയുന്ന മോഡലാണ്. നമുക്ക് നോക്കേണ്ടത് നമുക്കിതിൻ്റെ റിയർ ഡിറൈലേഴ്സിലേക്കാണ്. ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഷിമാനോ ടേണി TZ ആണ് വരുന്നത്. നമുക്ക് 91ൻ്റെ അകത്ത് ഷിമാനോ ടേണി TZ ആണ് കാണുന്നത്. നമ്മൾ നേരെ ഫയർഫോക്സിലേക്ക് വരുമ്പോഴത്തേക്കും M21 ആണ് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ രണ്ട് വണ്ടികളുടെയും ചെയിനാണ്. രണ്ട് വണ്ടിയുടെയും ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് ബ്രാൻഡഡ് ഒന്നുമല്ല. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഫ്രീ വീൽ എടുത്ത് നോക്കിയാലും ഇതൊന്നും ബ്രാൻഡഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇനി മറ്റൊന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ബ്രേക്കിംഗ് സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 91ൻ്റെ അകത്ത് വരുന്നത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഞാൻ ഇന്ന് അത്യാവശ്യം മഴയത്തൊക്കെ റൈഡ് ചെയ്ത് നോക്കി, വലിയ പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബ്രേക്കിങ്ങിനെ കുറിച്ചും ആ ബ്രേക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. നമ്മുടെ റാപ്പിഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അകത്ത് V ബ്രേക്കാണ് വരുന്നത്. റാപ്പിഡിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കുറേ നാളുകളായിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ബ്രേക്കാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു V ബ്രേക്കാണ് നമുക്ക് റാപ്പിഡിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സാഡിലാണ് നോക്കേണ്ടത്. നമ്മളിതിൻ്റെ സാഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ ഫയർഫോക്സിൻ്റെ ഈ ഒരു സാഡിലിനേക്കാൾ കുറച്ചും കൂടെ കംഫർട്ട് തോന്നിയത് 91ൻ്റെ സാഡിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ കോമ്പോണൻസ് ആണ് അലോയ് വരുന്നതെന്നുള്ളതാണ്. നമ്മൾ ഫയർഫോക്സ് റാപ്പിഡിൻ്റെ ഹാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റീലാണ് വരുന്നത്. നമ്മൾ 91 എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കിത് അലോയ് ആണ് വരുന്നത് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ സ്റ്റെം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റാപ്പിഡിൻ്റെ അകത്ത് വരുന്ന സ്റ്റെം എന്ന് പറയുന്നത് അലോയ് സ്റ്റെമ്മാണ് വരുന്നത്. 91ലേക്ക് വരുമ്പോഴും അതിൻ്റെ സ്റ്റെമ്മും അലോയ് തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് സീറ്റ് പോസ്റ്റാണ്. സീറ്റ് പോസ്റ്റ് റാപ്പിഡിൽ വരുമ്പോൾ സ്റ്റീലാണ് വരുന്നത്. 91 വരുമ്പോൾ സീറ്റ് പോസ്റ്റ് അലോയ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ഫോർക്ക് വരുന്നത്. നമുക്ക് 91ൻ്റെ ഫോർക്ക് വരുന്നത് സ്റ്റീലാണ് വരുന്നത്. ഇവിടെ നമുക്ക് വരുമ്പോൾ റാപ്പിഡിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ഫോർക്ക് വരുന്നത് അലോയ് ആണ് വരുന്നത്. അപ്പോൾ ബുക്കിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ സ്റ്റീൽ ഫോർക്ക് കണ്ടിട്ട് ഞാൻ പറയുന്നില്ല, നമുക്ക് റൈഡ് ചെയ്തുകൊണ്ട് തന്നെ നോക്കാം നമുക്ക് സ്റ്റീൽ ഫോർക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അലോയ് ഫോർക്ക് എങ്ങനെയുണ്ട്. ഇത് തമ്മിൽ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പം എൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. അതാണ് അത്രമാത്രമാണ് ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. കാര്യം എനിക്കെന്താണ് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് റിംസാണ്. റിംസ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും ഡബിൾ വാൾ അലോയ് റിംസാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് റിംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 91ൻ്റെ റിം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് V ബ്രേക്കിൻ്റെ റിമ്മാണ്. അത് നമുക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ ഹബ്ബാണ് നോക്കേണ്ടത്. ഹബ്ബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഹബ്ബ് വരുന്നത്
രണ്ട് ഹബ്ബ് വരുന്നതും സ്റ്റീൽ ഹബ്ബ് തന്നെയാണ് വരുന്നത്, അലോയ് ഹബ്സ് അല്ല ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി റിയറിലേക്ക് വന്നാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഹബ്ബ് വരുന്നതും അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന പോലെ തന്നെ സ്റ്റീൽ ഹബ്ബുകളാണ് നമുക്ക് ഈ രണ്ട് വണ്ടിക്കകത്തും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വണ്ടികളുടെയും വെയിറ്റാണ്. വെയിറ്റിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിക്കകത്ത് സ്റ്റീൽ ഫോർക്ക് വരുന്നു, ഒന്നിൻ്റെ അകത്ത് അലോയ് ഫോർക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് റാപ്പിഡിൽ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ചില കോമ്പോണൻസ് ഒക്കെ സ്റ്റീലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വെയിറ്റ് നോക്കാം. വെയിറ്റ് വരുമ്പോഴത്തേക്കും ഫയർഫോക്സ് റാപ്പിഡ് എന്ന് പറയുന്നത് നമുക്ക് 12700 കാണിക്കുന്നത്. ഇനി നമുക്ക് എക്സ്പെഡീഷൻ്റെ വെയിറ്റ് നോക്കാം. ശരിക്കും എക്സ്പെഡീഷൻ വരുമ്പോഴത്തേക്ക് ഒരല്പം വെയിറ്റ് കൂടുതലാകാൻ സാധ്യതയുണ്ട്, കാര്യം ഇത് 19.5 ഇഞ്ച് ഫ്രെയിമാണ് വരുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വരുന്നത് 13450 വരുന്നുണ്ട്. അപ്പം 12650 13450 ശരിക്കും ഫ്രെയിമിൻ്റെ സൈസിൽ ഒരല്പം വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആ ഒരു വെയിറ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. കാര്യം റാപ്പിഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡിൻ്റെ അകത്ത് വി ബ്രേക്കാണ് വരുന്നത്. മറ്റേൽ വരുമ്പോഴത്തേക്കും ഡിസ്കിൻ്റെയും അതുപോലെ തന്നെ കാലിപ്പറിൻ്റെയും ഒക്കെ വെയിറ്റ് കൂടുന്നുണ്ട്. ഓൾമോസ്റ്റ് കോമ്പണൻസ് ഇപ്പോൾ ഫോർക്ക് അലോയ് ആയതുകൊണ്ട് മറ്റേൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് സ്റ്റെമ്മ് കാര്യങ്ങളൊക്കെ സ്റ്റീലിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് ആണ് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാത്തത്. പക്ഷേ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ട് വണ്ടിയുടെയും സെയിം ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമ്മൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി എക്സ്പെഡീഷൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. നാസ് ബൈക്സോൺ എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഷോർട്സും കാര്യങ്ങളുമൊക്കെ ആഡ് ചെയ്യുന്നതാണ്. 91 അടുത്ത ഒരാഴ്ച റൈഡ് ചെയ്യുന്നതിനെ കുറിച്ച്. ഓൾമോസ്റ്റ് 200 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കംഫോർട്ട് അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ജോമെട്രി, ബ്രേക്കിംഗ് സിസ്റ്റം, ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാത്തിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടുള്ള ഒരു വീഡിയോ വരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ റാപ്പിഡ് റൈഡ് ചെയ്യുന്നു. റാപ്പിഡ് മൈക്രോ ഷിഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ റൈഡ് ചെയ്തിട്ടില്ല. റാപ്പിഡ് റൈഡ് ചെയ്തിട്ട് ആ റാപ്പിഡിനെ കുറിച്ചും നമ്മൾ അതുപോലെ തന്നെ ഒരു പാർട്ട് 3 വീഡിയോ വരുന്നതാണ്. അതിനൊടുവിൽ നമുക്ക് ഈ രണ്ട് വണ്ടിയെക്കുറിച്ചും ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് ഏത് വണ്ടിയാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ഇത് രണ്ടിലും ഏത് വണ്ടിയാണ് ബെസ്റ്റ് എന്ന് എനിക്ക് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വണ്ടികളും ഞാൻ ശരിക്കും റൈഡ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, നമ്മളുടെ ഈ രണ്ട് വണ്ടികളെക്കുറിച്ചും ഉള്ളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടിയുള്ളൊരു വീഡിയോ ഇവിടം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്, ഒരു ചെറിയ ഒരു ഗീവ് അവേ കൂടിയുണ്ട്. നമ്മൾ ആദ്യമൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് വണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആ കമൻറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ഫയർഫോക്സിൻ്റെ ഒരു ഹെൽമെറ്റ് ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നിടം വരെ നാസർ സൈനിങ് ഓഫ്.